ഹായ് ഫ്രണ്ട്സ്, വീട് പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത്. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സബോള എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മൾ എണ്ണയിൽ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കധികം നന്നായിട്ട് സ്ലൈസ് ചെയ്യണമെന്നില്ല. ദെൻ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ചമ്മന്തി ടേസ്റ്റ് കൂടുതൽ. ദെൻ പിന്നെ നമുക്ക് വേണ്ടത് കൊണ്ടാട്ട മുളകാണ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കൊണ്ടാട്ട മുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ആ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു ഉണക്കമുളകാണ്. എൻ്റെ കയ്യിലുള്ള ഉണക്കമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ 4 കൊണ്ടാട്ടമുളകും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, 2 കൊണ്ടാട്ടമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓണിയനും ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും അതുപോലെ ഓണിയനും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ദെൻ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കൊണ്ടാട്ടമുളകിലും ആവശ്യത്തിന് ഉപ്പുണ്ടാവും, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ കൊണ്ടാട്ടമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. ദെൻ ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ഓണിയൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.